നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. $30,00,000 ടൈറ്റിലും യഥാർത്ഥ തിരക്കഥാകൃത്തിന് നൽകണം. ഒരു കോടതി ഉത്തരവിട്ടതാണ്. ആരെ പേരില്ലെന്നറിയോ? ഏത് പൊട്ടത്തരത്തിലും എടുത്തിയാടുന്ന മേജർ രവിക്ക് കോടതി കൊടുത്ത ഉത്തരവാണ്. 30,00,000 രൂപയും ടൈറ്റിലും അവർക്ക് നൽകണം, യഥാർത്ഥ ഉടമയ്ക്ക്. 13 വർഷം പോരാട്ടം നടത്തിയാണ് കോട്ടയത്തുകാരനായ തിരക്കഥാകൃത്ത് റെജി മാത്യു കോടതിയെ കൊണ്ട് ഈ വിധി പ്രസ്താവിപ്പിച്ചത്. കോട്ടയം കമേഴ്ഷ്യൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. കാരണം കഥ മോഷണമാണ് എന്ന് തെളിഞ്ഞു. പകർപ്പവകാശ വിധി പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ജയിച്ച ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും. ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞ പാവം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഇപ്പം ഡയറക്ടറായി. അയാളുടെ സ്വപ്നമായിരുന്നു ആ സിനിമ ചെയ്യണം. അയാൾ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കലിൻ്റെ സെറ്റിൽ വെച്ച് ഈ കഥ കലാഭവൻ മണിയോട് പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ മണിക്ക് ത്രില്ലടിച്ചു. മണി അപ്പം തന്നെ അവിടെ അന്ധനായി അഭിനയിച്ച് ദാമുമായിട്ട് ചെയ്ത് കാണിച്ചു. പിന്നെ കേൾക്കുന്ന വാർത്ത, മലയാള സിനിമയിലെ സദ്ഗുണസമ്പന്നനായ എല്ലാ നന്മകളുടെയും വിളനിലമായ, സ്ത്രീകളെയൊക്കെ ദൈവത്തെ പോലെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന, ഈ നാട്ടിലെ നിയമത്തിനും നീതിക്കുമൊക്കെ വേണ്ടി പ്രതികരിക്കുന്ന, ബിഗും റോസ് പൗഡറും ഉണ്ട കണ്ണുമൊക്കെ വെച്ച് കറക്കി കഴിഞ്ഞ 10-15 വർഷമായി മലയാളിയെ കള്ളം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന മഹാൻ ആ കഥ അടിച്ചുകൊണ്ടിരിക്കും. കാരണം മണി അയാളുടെ വേറൊരു പടത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ അയാൾ അതിനെ ചുരണ്ടി അയാളുടെ കഥയാക്കി. അവസാനം ചലമ്പാണ്ട് കോടതി പറഞ്ഞ് പൈസ ഓർഡറാന്ന് ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ ഒരുപാട് വാശിക്ക് പോയില്ല എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ നിർമ്മാതാക്കളിൽ പലരും 3 പേരായിട്ടായിരുന്നു നിർമ്മാതാക്കൾ. അതിലൊരാൾ ശരത്തുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അയാളൊരു ചെറിയ തുക പറഞ്ഞു, കുറച്ച് ലക്ഷങ്ങൾ. അതും വാങ്ങിച്ചോണ്ട് അയാൾ പോയി. ഒരു എളുപ്പമില്ലാതെ അതിന് ശേഷവും അതിൻ്റെ കഥാകൃത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പുസ്തകം ഇറക്കി അയാളുടെ പേരിൽ. എന്റെയുണ്ട് ആ പുസ്തകം. കഥമോഷണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. 2010 മേജർ രവി ഈ പറയുന്ന റെജി മാത്യുവിനെ ഒരു കഥ പറയാൻ പിടിച്ചു എറണാകുളത്തേക്ക്. കോട്ടയംകാരനാണല്ലോ റെജി. പട്ടാള കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദ്യം. പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 80,000-ഓളം പെൺകുട്ടികളെ മിസ്സിങ് ആകുന്നു എന്നൊരു വാർത്ത വന്നു ആ മാഗസീനിൽ. അത് ബേസ് ചെയ്തൊരു കഥ ഇയാൾ പറഞ്ഞു. ആര്? നമ്മുടെ റെജി മാത്യു. കഥ, തിരക്കഥ, സംഭാഷണം റെജി മാത്യുയുടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായി സിനിമ എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലിലാണ് പ്രധാന വേഷം ചെയ്യേണ്ടത്. ആ പ്രൊഡ്യൂസർ മാറി. പുതിയൊരു നിർമ്മാതാവ് വരട്ടെ, നമുക്ക് തുടങ്ങാം എന്ന് ഉറപ്പ് കൊടുത്തു. പുതിയ പ്രൊഡ്യൂസർ വരട്ടെ, മോഹൻലാലിൻ്റെ ആയിട്ട് വരും എന്ന്, അല്ലെങ്കിൽ മേജർ അല്ലേ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിൽ റെജി മാത്യു നടന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ചിത്രഭൂമി, മാതൃഭൂമിയുടെ ചിത്രഭൂമി വാരിക വായിക്കുന്ന ശീലമുള്ളതുകൊണ്ട് എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു കവർ സ്റ്റോറി വന്നിരിക്കുന്നു. ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. പല പ്രാവശ്യം മേജർ രവിയെ റെജി മാത്യു വിളിച്ചു നോക്കി. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നേയില്ല. തിരക്കാണ് അദ്ദേഹം. അവിടെ വെച്ച് റെജി മാത്യു ഒരു തീരുമാനമെടുത്തു. നിയമപരമായി ഇദ്ദേഹത്തെ നേരിട്ടാലേ അർഹതപ്പെട്ടത് എനിക്ക് കിട്ടൂ എന്ന് മനസ്സിലായി. റെജി മാത്യു എന്ന ആളെ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല, ഇങ്ങനൊരു സിനിമാക്കാരനേ മലയാള സിനിമയിലില്ല എന്നൊക്കെയാണ് മേജർ പറഞ്ഞത്. അപ്പോൾ കാണിച്ചു തരാമെന്ന് റെജിക്കും തോന്നി.
ഇതിൻ്റെ ഒരു റൈറ്റും വിൽക്കാൻ പാടില്ല, എഴുത്തുകാരുടെ പേര് സിനിമയിൽ സ്ക്രീനിൽ എഴുതി കാണിക്കണം എന്നൊക്കെ കോടതി വിധി വന്നു. 5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് പ്രദർശനം തുടങ്ങാൻ. ഒന്നും മേജർ ചെയ്തില്ല. എന്നെ ഒരു പുല്ലും കോടതിയല്ല ഇനി ആര് പറഞ്ഞാലും. ഇവിടെ ചില താടകകൾ നടക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യില്ല, ഞാൻ കൊടുക്കുകയില്ല പൈസ എന്നുള്ള രീതി നടന്നു. ഇപ്പോൾ വിധി വന്നല്ലോ, 30 ലക്ഷം രൂപയും അയാളുടെ ടൈറ്റിലും കൊടുത്തിട്ട് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി. വർഷങ്ങൾ കഴിഞ്ഞേ 13. വിധി വന്ന ദിവസം റെജി മാത്യുവിന് ഒരു ഫോൺ കോൾ വന്നു. നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ് കേട്ടോടാ, എടാ CBI എന്ന് മറ്റേ നമ്മുടെ പ്രതാപചന്ദ്രൻ ചേട്ടൻ വിളിച്ചതുപോലെ നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ് എന്ന്. പൊങ്ങന്മാർ മാത്രമേ അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ? തീക്കണവൻ ആരെങ്കിലും ഇത് വെളിയിൽ പറയുമോ? റെജി മാത്യുവിന് അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞു എന്നാണ് റെജി മാത്യു പറയുന്നത്. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ലെന്നേ, വാചകമണി മാത്രമേ ഉള്ളൂ. നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ്, അതിന് ഞാനൊരു 60 ലക്ഷം രൂപ അങ്ങ് ചിലവാക്കും. എടാ, അതിൽ നിന്നൊരു 10 ലക്ഷം രൂപയും കഥ മാത്രം റെജിയുടെ പേര് വെച്ചെങ്കിൽ പോലും റെജി കേസിന് പോകില്ലായിരുന്നു. അവനെ തട്ടാൻ 60 ലക്ഷം രൂപ മുടക്കാനുണ്ട് കയ്യിൽ. അറിച്ചോക്കി, എൻ്റെയൊക്കെ മനസ്സ് കലാകാരൻ എന്നാണ് പറയുന്നത്. എന്ത് മനസ്സെന്ന് അളിച്ചോക്കി. ക്രിമിനലുകളെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, ആടുമാടുകളെ വെട്ടുന്നവരെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. അത്രയും ക്രൂരമായ മനസ്സില്ലെങ്കിൽ കഥയും മോഷ്ടിച്ചിട്ട് അരിയും തിന്ന് വീട്ടടവസ്ഥയും കടിച്ചിട്ട് പൂച്ചയ്ക്കാണ് മുറുകുറുപ്പ് എന്ന് പറയും പോലെ അവനൊരു ഫോൺ, റെജി മാത്യുവിന് ചെന്ന ഫോണാണ്. ഞാനൊരു 60 ലക്ഷം രൂപ അങ്ങ് ചിലവാക്കും നിനക്ക് വേണ്ടി, ഇന്ന് നിന്നെ തട്ടും. കോയമ്പത്തൂരുള്ള പാണ്ടി പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കുറേ തള്ളങ്ങ് തള്ളി. ഈ സിനിമയിലെ തള്ള് ഡയലോഗുകൾ പോലെ. ഇനിയിപ്പോൾ 30 ലക്ഷം രൂപ കൊടുക്കുമോ, ടൈറ്റിലിൽ പേര് വയ്ക്കുമോ എന്നൊക്കെ ചിലപ്പോൾ റെജി ഹൈക്കോടതിയിലേക്ക് പോയിട്ട് വരുമായിരിക്കും. ഒരു കഥ പറയാൻ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അടുത്ത കഥ. കുറേ കാലമായി വീട്ടിലുള്ളവർക്കും അടുപ്പക്കാർക്കും അറിയാം, നമ്മുടെ ശ്രീനിവാസൻ, എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ ഇനി അധികകാലം നമ്മളോടൊപ്പം ഉണ്ടാവില്ല. 75 വർഷം പഴക്കമുള്ള യന്ത്രസാമഗ്രികളാണല്ലോ ഉള്ളിലിരിക്കുന്നത്. അത് കുടിച്ചും പുകച്ചും നശിപ്പിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. മറ്റാർക്കും അറിയില്ലേലും അക്കാര്യം ഷീനിച്ചേട്ടന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാകണം മരണത്തെ നമ്മൾ എന്തിനു പേടിക്കണം എന്നൊക്കെ അദ്ദേഹം അടുത്തിടെ പറയുകയുണ്ടായി. ശ്രീനിവാസൻ മരിച്ചു. ആരാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തത് എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശവമടക്കലൊക്കെ ഉള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊച്ചിൻ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. വെറും 3 മണിക്കൂർ അവിടെ. അല്ല, കണ്ണൂരോ അദ്ദേഹത്തിൻ്റെ പാട്യത്താണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് തൃപ്പൂണിത്തുറയായിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച്. പക്ഷെ ഒരു 3 മണിക്കൂർ ടാഗോർ തിയേറ്ററിൽ കിടത്തി. എന്താ, വൈകുന്നേരം 6 മണി വരെ ആയാൽ ലോകം കീഴ്മേൽ മറിയുമോ എന്ന് ഈ പ്രോഗ്രാം റെഡിയാക്കിയ ഒരാളോടും ആരും ചോദിച്ചില്ല. പിറ്റേന്ന് വീട്ടിലുണ്ടായ തിരക്ക് കുറേയെങ്കിലും കുറയ്ക്കാമായിരുന്നു. ടൗൺ ഹാളിൽ ഒരു 2-3 മണിക്കൂറോടെ ഒരു 6 മണി വരെയെങ്കിലും വച്ചിരുന്നെങ്കിൽ. മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി ടൗൺ ഹാളിൽ. ശ്രീനിവാസൻ്റെ അച്ഛൻ ഉണ്ണിമാഷിനെ ഓർത്ത് വന്നതായിരിക്കണം. അല്ല, ശ്രീനിവാസനെ ഓർത്താവാൻ വഴിയില്ല. കാരണം പല സന്ദർഭങ്ങളിലും ഷീനിച്ചേട്ടൻ കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരെ നന്നായിട്ട് നോവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സന്ദേശത്തിലെ പോളണ്ടിനെ പറ്റി പറയരുത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വലിയ ടീസറാണല്ലോ, ഇപ്പോഴും വലിയ റീലാണ്. എന്നാൽ അതിൽ നമ്മളുടെ പാർട്ടിയിൽ ഹിന്ദി അറിയാവുന്ന ഒരുത്തനും ഇല്ലേ എന്ന് ചോദിക്കുന്ന, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റി ചോദിക്കുന്നത്, ഒരു തെങ്ങിൽ 2 പേര് കയറുന്നതും അടക്കം കോൺഗ്രസിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നമില്ല, അവരോട് ഷീനിച്ചേട്ടനും പ്രശ്നമില്ല. അവരിൽ ആരും ഷീനിച്ചേട്ടനെയോ സത്യനന്ദിക്കാരനെയോ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഭീഷണിപ്പെടുത്തി എന്നാണല്ലോ പറയാറ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJPയെ കുറിച്ച് ഒരക്ഷരം ഷീനിച്ചേട്ടൻ മിണ്ടിയില്ല. ഇങ്ങനെയൊക്കെ 2 തട്ടിലൊക്കെ ഷീനിച്ചേട്ടൻ കളിച്ചിട്ടുണ്ട്. എത്ര മാന്യനായാലും, എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനാണെങ്കിലും സത്യത്തെ ഏതോ പടത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ തല പൊട്ടിത്തെറിക്കണേ എന്ന് പറയും പോലെ ഞാൻ പറയുകയാണെന്ന് വിചാരിക്കരുത്. ഷീനിച്ചേട്ടൻ ഒരു മനസ്സുകൊണ്ടെങ്കിലും കറകളഞ്ഞ
എന്താ പറയുക ഒരു ജനസംഘക്കാരനായിരുന്നു. അതുകൊണ്ടാണല്ലോ 15 വർഷം അവർ അധികാരത്തിൽ ഇരുന്നിട്ട് അവരെ പറ്റി ഒരു അക്ഷരം കമാന്ന ലക്ഷം ഉണ്ടാത്തത്. ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോമഡികൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെന്ന് ചോദിച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ചാണകം ഉരുട്ടി ലഡുവിന് പകരം തിന്നുകയും പുണ്യമുള്ള മാഞ്ച് അമ്പലത്തിൽ നിന്ന് കുടിക്കുന്നതിനേക്കാൾ അമൃത് പോലെ പശുവിൻ്റെ മൂത്രം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കോമാളി എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയാറ്. കോമാളി കുടിക്കുന്ന ഇവിടെയാണെങ്കിൽ എന്തെല്ലാം തമാശകളെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഒരു തമാശ പറയാം. തിരുവനന്തപുരം 55 വർഷക്കാലത്തിന് ശേഷം പാർട്ടിയുടെ എന്താ പറയുക പ്രവർത്തകരുടെ അഹങ്കാരത്തിന് മറുപടി കൊടുത്ത് ജനം BJP ജയിപ്പിച്ചു. മേയർ ഒരു വേന്ദ്രനാണ് മേയർ. എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ആ ഷീലേഖ മാഡത്തിനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവരൊരു IPS കാര്യല്ലേ. പണ്ട് ശബ്ദം കൊടുക്കുന്ന നടിയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയിച്ചാൽ ശാസ്ത്രമംഗലത്ത് റീത്ത് വയ്ക്കാം എന്ന് പറഞ്ഞതുപോലെ അവരെയും മേയറാക്കാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഷീലേഖ IPSനെ മേയറാക്കാമെന്ന് പ്രലോഭിപ്പിച്ച് ഈ ആടിന് പച്ചയില കൊടുത്ത് കൊല്ലാൻ കൊണ്ടുപോകും പോലെ വാർഡിൽ നിർത്തി ജയിപ്പിച്ചിട്ട് ശാസ്ത്രമംഗലത്ത് നിർത്തി ജയിപ്പിച്ചിട്ട് അതും മറ്റേ ശബ്ദം കൊടുക്കുന്ന നടിക്ക് കോൺഗ്രസ്സുകാർ ഓഫർ കൊടുത്തത് ശാസ്ത്രമംഗലമാണ്. ഈ ശാസ്ത്രമംഗലത്തിന് എന്താണ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രമെന്ന് എനിക്കറിയില്ല. അവർ ജയിച്ചു വന്നു. ഇന്ത്യയിൽ ആദ്യത്തെ IPS മേയറായെന്നെ അവർ. പ്രധാനമന്ത്രിയെ ഞാൻ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രപതിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അതുപോലുള്ള ഉയർന്ന ആരെങ്കിലുമൊക്കെ എയർപോർട്ടിൽ വന്നാൽ ഈ നഗരത്തിൻ്റെ മാതാവ് എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് 4 ഇംഗ്ലീഷ് പറയണമെങ്കിലും അവർക്ക് പറയാൻ കഴിയും. ഹിന്ദിയിലും സംസാരിക്കാൻ പറ്റും. അപ്പോൾ മോഡിയോടും സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളെ അവർക്ക് വേണ്ട. ജയിപ്പിച്ച് ഒരു സാധാ മെമ്പറായിട്ട് വിട്ടു, വാർഡ് മെമ്പറായിട്ട് വിട്ടിട്ട് കൗൺസിലറായിട്ട് വിട്ടിട്ട് വേറൊരാളിന് മേയറാക്കി. അയാളാണെങ്കിൽ കൂടെ പാർട്ടി പുറത്ത് നിർത്തുന്ന ആളാണ്. അഴിമതിയുടെ പേരിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു തരാം, അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചതിൻ്റെ പേരിൽ കുറേ കാലം വക്താവൊന്നും ആക്കാതെ പുറത്തൊക്കെ നിർത്തിയിരുന്നു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം CPIയിലേക്ക് പോകാൻ ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും CPI ആണ്. അപ്പോൾ കാനൻ രാജേന്ദ്രൻ പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കേണ്ട ആളല്ലടാ, നീ അവിടെ തന്നെ നിൽക്കി, കുറച്ച് ക്ഷമയോടെ നിൽക്കി, നിന്നെ അവർ തിരിച്ചെടുക്കും എന്ന് അദ്ദേഹം ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ട് മേയറായി. ഞാൻ പറയാൻ വന്നത്, മേയറായ ഉടനെ മുഖ്യമന്ത്രിയെ വിളിച്ചു അനുഗ്രഹം വാങ്ങിക്കുക. അപ്പം മുഖ്യമന്ത്രി ടോയ്ലറ്റിൽ എന്തോ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ PA ആണ് എടുത്തത്. സഖാവ് ടോയ്ലറ്റിലാണ്, തിരിച്ച് വിളിച്ചോളാം. പിണറായി ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ പുതിയ മേയർ വിളിച്ചിരുന്നു, സഖാവ് ടോയ്ലറ്റിലാണെന്ന് പറഞ്ഞു, ഒന്ന് തിരിച്ചു വിളിക്കാനല്ലേ എന്ന്. കണക്ട് ചെയ്തു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നന്നായിരിക്കട്ടെ, നല്ല മേയറാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. നാശമാ പോ എന്ന് പറഞ്ഞില്ല. അപ്പം തന്നെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു പിണറായി വിജയൻ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ആടിനെ പട്ടിയാക്കുന്ന പരിപാടി. പിണറായിയെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മര്യാദ അനുസരിച്ച് അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ പറയാം പിണറായി എന്നെ വിളിച്ചിരുന്നു, ഉപദ്രവിക്കരുതേ, ഇനി ഒരു 6 മാസം കൂടെ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ അത് വെളുത്തു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വിട്ടു. ഞാൻ പറയാൻ വന്നത്, മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലെത്തി. ശ്രീനിവാസൻ്റെ അച്ഛൻ ഉണ്ണിമാഷിനോടുള്ള നന്ദി കൊണ്ട് ഓർത്തായിരിക്കും അദ്ദേഹം വന്നത്. പല പ്രാവശ്യം വ്യക്തിപരമായി പിണറായിയെ കളിയാക്കാൻ ശകാരിക്കാൻ ശ്രമിച്ച ആളായിരുന്നല്ലോ നമ്മുടെ ഷീനിച്ചേട്ടൻ. എന്നിട്ടും പിണറായി വന്നു. 80 കഴിഞ്ഞ പിണറായി വന്നു നിന്നിട്ടും തൊട്ടടുത്തിരുന്ന ധ്യാൻ ഒന്ന് എണീക്കാൻ മനസ്സ് കാട്ടിയില്ല എന്നാണിപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കിടന്ന് കറങ്ങുന്ന, ഫേസ്ബുക്കിലൊക്കെ കിടന്ന് കറങ്ങുന്ന ഒരു വലിയ പരാതി. എല്ലാം നോക്കി നിൽക്കുക. ഒരു മരണ വീട്ടിലും എന്ത് നമുക്ക് പറയാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക. അങ്കമാലിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ വിനീത് ശ്രീനിവാസനായിട്ട് തന്നെ അഭിനയിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് ഇനി ജനുവരിയിൽ കാണാം എന്ന് യാത്ര പറഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുകയും മദ്രാശിക്ക് വിമാനത്തിൻ്റെ സമയമായപ്പോൾ രാവിലെ 5:50 എന്തോ ആണ് ഫ്ലൈറ്റ്. ആ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇരുന്ന ശേഷമാണ് വിനീതിന് ഫോൺ വരുന്നത്, അച്ഛൻ പോയി എന്ന്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി, മദ്രാസിൽ പോയി ഇറങ്ങിയിട്ടല്ലേ തിരിച്ചു വരാൻ പറ്റും. പക്ഷേ അപ്പം തന്നെ വിനീത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. എറണാകുളത്ത് താമസമാണെങ്കിലും ധ്യാനും ഈ പറയുന്ന 6500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലല്ല, ഷീനിച്ചേട്ടൻ്റെ വീട്ടിലല്ല താമസം. മരണ വിപ്ലവം എടുക്കുമ്പോൾ
വിമല ടീച്ചർ മാത്രമാണ് അരികിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതി മക്കളോട് ഷീനിച്ചേട്ടന് പരിഭവം കാണില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അച്ഛൻ്റെ ഡയാലിസിസ് അറിയാത്ത മക്കളല്ലല്ലോ. ഇനിയുള്ള കാലത്ത് അത്രയൊക്കെ കരുതിയാൽ മതി എന്ന് ഞാൻ പറയും. അങ്കമാലിയിൽ രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ കണ്ടനാട്ടുള്ള വീട്ടിൽ വന്ന് അച്ഛനെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരിക്ക് രാവിലെ പോയാൽ പോരായിരുന്നോ എന്ന് എന്താ പറയുക, വിനീതിനോട് ആരും ചോദിക്കാനിടയില്ല. അതെൻ്റെ ഇഷ്ടമാണെന്ന് അയാൾ മറുപടി പറയും. നെടുമ്പാശ്ശേരിയിൽ ഒരു മുറി എടുത്ത് താമസിച്ച് രാവിലെ അങ്ങ് പോയാൽ മതി എന്ന് അയാൾ തീരുമാനിച്ചിരിക്കാം. വെളുക്കും വരെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് 2 മണിക്കൂർ ഓടി വീട്ടിൽ വന്ന് അച്ഛനെ കണ്ട് തിരിച്ച് 2 മണിക്കൂർ തിരിച്ചോടി വിമാനത്തിൽ കയറണ്ട എന്നെ ആരായാലും ധരിക്കും. വിനീതും അങ്ങനെ ധരിച്ചു കാണും. എന്നാൽ പിണറായി വന്നപ്പോൾ ധ്യാൻ എണീറ്റില്ല എന്നത് വലിയ വാർത്തയായി. അച്ഛൻ മരിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിക്കുകയും കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് ഡോക്ടർ മറുപടി പറഞ്ഞതും ശ്രീനിവാസൻ തന്നെ പറഞ്ഞ് നമുക്കറിയാം. ആ അച്ഛൻ്റെ മകനാണല്ലോ ധ്യാൻ. അച്ഛൻ്റെ തീവ്രമായ അനുഭവങ്ങൾ അറിഞ്ഞ് വളർന്നവരല്ലല്ലോ വിനീതും ധ്യാനും. മുഖ്യമന്ത്രി അങ്ങനെ കരുതി കാണും. കണ്ടു നിന്നവർക്ക് അപ്രിയമായി തോന്നിയിട്ടും ഉണ്ടാവും. എന്നാൽ നിങ്ങളാരും കാണാത്തൊരു നിലപാട് ധ്യാൻ എടുത്തിരുന്നു. ഏതോ വായി നോക്കി നെറ്റിയിലിട്ട് കൊടുത്ത ചന്ദനക്കുറിയൊന്നും മാച്ചില്ലേലും അച്ഛന് യാത്രാമൊഴി നൽകാമെന്ന ധ്യാൻ കാലിത്തൊട്ട് ഒഴുകുകയോ കള്ളക്കണ്ണീരൊഴുകുകയോ കവളിൽ ഉമ്മയ്ക്കോ ഒന്നും അല്ല ചെയ്തത്. ധ്യാൻ മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറഞ്ഞാണ് അച്ഛനെ യാത്രയാക്കിയത്. എന്തേ ആ ചെറുപ്പക്കാരൻ്റെ നിലപാട് ആരും പറയാതെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ എതിർപ്പ് കാരണമൊന്നുമല്ല പിണറായി വന്നപ്പോൾ എണീക്കാഞ്ഞത്. അന്നേരത്തെ മാനസിക സമ്മർദ്ദമാകണം. അവിടെ വേറൊരു നാടകം നടന്നു. ശ്രീനിവാസൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ക്യാമറ ഒഴിയുന്ന കർപ്പൂരത്തിൽ തൊട്ടു തൊഴാനൊന്നും നിൽക്കാറില്ല എന്ന് ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വലിയ മനുഷ്യൻ്റെ അന്ത്യയാത്രാ സമയത്ത് മോശമല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു പ്ലാച്ചുമടക്കാരൻ ദേഹമാസകലം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് താടിയും മുടിയൊക്കെ വളർത്തി വന്ന് ശ്രീനിവാസനെ തനി ഈഴവനാക്കി എന്നുള്ളതാണ് എൻ്റെ പരാതി. ഭാര്യയും മക്കളെയും ചന്ദനക്കുറിയൊക്കെ അടിയിച്ച് ക്യാമറയുടെ മുന്നിൽ നല്ലൊരു അഭ്യാസം തന്നെ ഇയാൾ നടത്തി. ശ്രീനിവാസൻ്റെ മൃതദേഹത്തിന് അരികിൽ നിന്ന് ക്യാമറകളെ നോക്കി എന്തോ പിച്ചും പേയൊക്കെ മന്ത്രവാദം പോലെയൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം ചെയ്യുന്ന പേക്കൂത്തുകളിൽ നാണം തോന്നിയോ? എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന ചിന്തയാലോ ആകണം വിമല ടീച്ചർ തല കുനിച്ചിരിക്കുകയായിരുന്നു അവിടെ. നിങ്ങൾ വീഡിയോയിൽ കണ്ടു നോക്ക്. ഇവൻ തലക്കരിയിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഷീനിച്ചേട്ടന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അവിടെ നിന്ന് ആ പെട്ടിയിൽ നിന്ന് എണീറ്റ് ഒറ്റ അടി ചെപ്പാൻകുറ്റിക്ക് കൊടുത്തിട്ട് കടക്കട പുറത്ത്, അല്ലെങ്കിൽ നമ്മളെ പിണറായി പറയുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞേനെ. ഷീനിച്ചേട്ടൻ നിശ്ചലനായി കിടന്നത് ഇയാളുടെ ഭാഗ്യം എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യനെ ഈ നസീർ സാറിനെ മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം കൊണ്ടുവന്നപ്പം ഹിന്ദു ആയതുകൊണ്ട് മാറിയിക്കാൻ പറഞ്ഞതുപോലെ ചില പണ്ഡിതർ മദ്രാസിലുള്ള ചില വേന്ദ്രന്മാർ തല്ലിപ്പൊളികൾ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ പോലും സമ്മതിച്ചില്ല. അത് ഞങ്ങൾ മുസ്ലിം മരിച്ചാൽ ഞങ്ങളെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവരാൻ പോലും സമ്മതിച്ചില്ല. അതുപോലെയാണ് ഷീനിച്ചേട്ടൻ എന്തെല്ലാം ആദർശത്തിൽ ജീവിച്ചോ അതിന് ഘടകവിരുദ്ധമായി ആരുടെയും സമ്മതമില്ലാതെ ആരും വിളിക്കാതെ വന്ന് മന്ത്രവാദവും ചന്ദന കുറി അടിക്കലും ഒരു വെള്ളം. അതും ആര്? പോലീസിൻ്റെ ക്രിമിനൽ പട്ടികയിൽപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കിയ മനുഷ്യൻ. അടുത്ത കഥ ഒരു സീരിയൽ കഥയാണ്. അമ്മയെ തല്ലിയാലും 2 പക്ഷം. അതാണല്ലോ ഇപ്പോഴത്തെ കാലം. ദുർനടത്തക്കാരനായ മകനെ അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ അവൻ അമ്മയെ തല്ലിയതെന്ന് ചോദിക്കും ചിലർ. ഒരമ്മയെ മകൻ അടിച്ചത് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ ദുർനടത്തക്കാരനാണെന്നൊക്കെ തള്ള തന്നെ പറഞ്ഞ പെറ്റ തള്ള തന്നെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. മകൻ വഴിതെറ്റുന്നതിൽ സഹികെട്ട് ആ അമ്മ ഹൃദയം പൊട്ടിയാണ് വഴക്ക് പറഞ്ഞതും മോനെ പഞ്ഞിക്കിട്ടതെന്നും മറ്റു കുറേ പേര് പറയും.
ഇതിലേതാ ശരിയെന്ന് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ പറയാം, ചിന്തിക്കാം. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് എന്താ പറയുക, റോഡിൽ നടന്നു പോയൊരു ഹതഭാഗ്യനായ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരനെ ഒരു അലവലാതി ഇടിച്ചിട്ടു. വെള്ളം അടിച്ച്, ഈ ക്രിസ്മസ് ആഘോഷിച്ചാണെന്ന് തോന്നുന്നു, ന്യൂ ഇയർ, വെള്ളം അടിച്ച് കോണ് എരിഞ്ഞ് കാറോടിച്ച് ഒരു പാവം ഒരു ലോട്ടറിക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചു. താനിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഇവൻ വെള്ളം അടിച്ച് ഫിറ്റാണെന്ന് മനസ്സിലായി നാട്ടുകാർക്ക്. നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ട് ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ നാട്ടുകാരെയും തെറി വിളിച്ചു, അക്രമം നടത്തി. നാട്ടുകാർ വിടുവോ? എവിടെയൊക്കെ ചവിട്ടി ഓടിക്കാമോ അവിടെയൊക്കെ ചവിട്ടി നാട്ടുകാർ. അതാ വരുന്നു പോലീസ് വിവരം അറിഞ്ഞിട്ട്. പോലീസ് തേങ്ങാക്കൊല അവർക്കും കൊടുത്തു. 4 കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. സ്റ്റേഷനുകളിൽ ക്യാമറ ആക്റ്റീവായതിനാൽ പോലീസിന് പഴയതുപോലെ കിട്ടുന്ന പ്രതിയെ ഈഞ്ചപ്പരുവാക്കി തല്ലാൻ ഇപ്പോൾ പറ്റൂലല്ലോ, ക്യാമറ ഉള്ളതുകൊണ്ട്. അപ്പോൾ പോലീസുകാർ വിചാരിച്ചാണ് നമ്മളെ അടിച്ചോവൻ പോട്ടെ, നാട്ടുകാർ 4 ഇവിടെ ഇട്ട് റോഡിലിട്ട് കൊടുക്കുന്നതല്ലേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റേഷനിലിട്ട് കൊടുക്കാൻ ഒക്കില്ല, ഇടിക്കിട്ടെന്ന് പോലീസുകാരും വിചാരിച്ചു. നാട്ടുകാർ അങ്ങ് പൂന്തി വിളയാടി, പോലീസ് തടഞ്ഞതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടനാണ് ഈ കാണിച്ചത്. MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിനടുത്തായിരുന്നു സംഭവം. കോട്ടയം ഭാഗത്തു നിന്ന് കാർ ഓടിച്ച് നല്ല ഫിറ്റായി വരികയായിരുന്നു സീരിയൽ നടനെന്ന് പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു. ഇവനൊക്കെ ഈ പാവം സിദ്ധാർത്ഥൻ്റെയൊക്കെ പേരിടാമോ? സിദ്ധാർത്ഥെന്നും മാത്രമല്ല, പ്രഭു, വെള്ളമടിയിലായിരിക്കും പ്രഭു. പേരൊക്കെ കിടിലമാണ്, പ്രവൃത്തികൾ മാത്രമാണ് കൂതറ. അതാ വരുന്നു ഒരു ന്യായീകരണ തൊഴിലാളി, അതും ഒരു സീരിയൽ ആശാൻ തന്നെ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതോ പാവങ്ങളുടെ നെഞ്ചത്ത് കസറുന്നതോ ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായി തോന്നി എന്നാണ് ജിഷിൻ മോഹൻ എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ പറയുന്നത്. അവൻ കാണിച്ചതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ലോട്ടറിക്കാരനെ ഇടിച്ചിട്ടു, നാട്ടുകാരെ ഇടിച്ചു, പോലീസുകാരെ മാന്തി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ നാട്ടുകാർ അത് കൊണ്ടോട്ട് പോവേണ്ടവരല്ലേ? ഒരു പുണ്യാത്മാവല്ലേ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയവരല്ലേ? അത് വാങ്ങിച്ചോണ്ടങ്ങ് പോവാത്തത് എന്താണെന്നാണ് ഈ ജിഷിൻ മോഹൻ ചോദിക്കുന്നത്. സിദ്ധാർത്ഥ് ആദ്യമായല്ലത്രേ മദ്യപിക്കുന്നതും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതും. ആര് പറയണേ? ഈ ജിഷിൻ പറയാണ്. അവൻ സ്ഥിരമായിട്ട് വെള്ളം അടിക്കും, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കും. അത് ആദ്യമായിട്ടൊന്നും അല്ല എന്ന് ഇയാൾ തന്നെ പറയുന്നു. എനിക്ക് പറയാനുള്ളത്, ഗതാഗത മന്ത്രിയായ, സീരിയൽ നടീനടന്മാരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റും ആയ ഗണേശൻ കേൾക്കുന്നുണ്ടോ ഈ ജിഷിൻ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയാണോ മദ്യപിച്ച് അബോധാവസ്ഥയിലായ ഒരു പാവം കാർ ഓടിക്കുമ്പോൾ ഇടിച്ചിട്ടാൽ, പോലീസിനെ തല്ലിയാൽ കൈകാര്യം ചെയ്യേണ്ടത്? നാട്ടുകാർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റി ആയിപ്പോയി എന്നാണ് ഈ ജിഷിൻ പറയുന്നത്. ഇനി എവനെ എവിടെ ഇട്ട് പഞ്ഞിക്കിടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൈര് വാങ്ങി നിങ്ങൾ കുടിപ്പിച്ചിട്ട് ബാക്കി അവൻ്റെ തലയിൽ ഒഴിക്കണമായിരുന്നു എന്ന് ഈ മഹാൻ പറയാത്തത് ഭാഗ്യം. എനിക്ക് കിക്ക് മാറുമല്ലോ. പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് വരും വരെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും കാലുകൾ കെട്ടിയിടുകയും ചെയ്യുന്നത് പ്രബുദ്ധ കേരളത്തിന് പറ്റിയതല്ലത്രേ. പ്രബുദ്ധ കേരളത്തിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് വെള്ളമടിച്ച് കോണ് തിരിഞ്ഞിട്ട് കാറെടുത്ത് അശ്രദ്ധയോടെ റോഡെ ഓടിക്കുകയും റോഡിൻ്റെ ഓരം പറ്റി മര്യാദയ്ക്ക് നടന്നു പോകുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെ ഇടിച്ചിടുകയും, അങ്ങനെ ഇടിച്ചിട്ടപ്പോൾ ബലേവേഷ് എന്ന് പറയുന്ന നാട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ ഈ ജിഷിൻ എന്ന് പറഞ്ഞ മഹാന് നല്ല കേരളമായിരുന്നേനെ. അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മഹാൻ പറയുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ടൈമിൽ എല്ലാ പേരും മദ്യപിക്കും, മദ്യപിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമെന്നാണ് ഈ വിവരം കേട്ടവൻ പറയുന്നത്. എടാ, ഞാൻ മൊത്തം പേരെ കാര്യം പറയുന്നില്ല. ക്രിസ്മസ് ആയാലും സംക്രാന്തി ആയാലും ഓണമായാലും ബക്രീദ് ആയാലും ഒരു ഉത്സവത്തിനും ഞാൻ വെള്ളം അടിക്കില്ലടോ. തായി എല്ലാവരും ചേർത്ത് പറയാൻ തനിക്കാരാ ലൈസൻസ് തന്നെ? അങ്ങ് അടിച്ചു വിടുകയാണെന്നേ. ക്രിസ്മസ്, ന്യൂ ഇയർ ടൈമിൽ എല്ലാ പേരും മദ്യപിക്കുന്നു. എന്താ, ക്രിസ്ത്യാനികളെല്ലാം വെള്ളം അടിച്ച് കോണയിരിഞ്ഞ് നടക്കുന്നവരാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്യുമെന്ന്. ഒരുത്തന്നെ ഒരു പുല്ലും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പ്രഭുത്വ കേരളമാണെങ്കിൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഇവനൊക്കെ എങ്ങനെ കലാകാരനായി കിഴങ്ങൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ലോകത്തിൽ ആദ്യത്തെ ആളല്ല മദ്യപിച്ച് ഈ വിക്രിയൊക്കെ കാണിക്കുന്നതെന്നും നാണമില്ലേ ജനങ്ങളെ, നിങ്ങൾക്ക് പ്രതികരിക്കാൻ ഇല്ലേ എന്നും ഈ ന്യായീകരണ വിശാരദൻ ചോദിക്കുന്നു. ഇവിടെ പോലീസോ കോടതിയോ ഒന്നുമില്ലേ എന്നും ചോദിക്കുന്നു. ഏത് ഈ തെമ്മാടി ചെറുക്കനെ കാലിക്കെട്ടി അവിടെ ഇട്ടതിന് ഓടാതിരിക്കാൻ, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് പോയി വണ്ടി കയറി ഇറങ്ങാതിരിക്കാൻ നാട്ടുകാർ കാലിൽ കെട്ടി അവിടെ ഇട്ട് കളഞ്ഞു. അതുകൊണ്ട് കോടതിയും പോലീസും ഒക്കെ ചോദിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ് കേരളം, പുരിഞ്ചുതാ എന്നാണ് എനിക്ക് ഗണേശൻ അടക്കമുള്ളവരോട് ചോദിക്കാൻ. ഗണേശനും ആത്മയും ഇതിന് മറുപടി പറയട്ടെ. ശമ്പളം കിട്ടാത്ത ഒറ്റ കാരണത്താൽ ചാനൽ ഉദ്യോഗസ്ഥരെയെല്ലാം ഒരെണ്ണം പോലും ബാക്കി നിൽക്കാതെ രാജിവെച്ചു പോയി. രാജിവെക്കാതെയും പോയി. മുതലാളിയും അയാൾ പറയുന്നതെല്ലാം റാൻ മുള്ളുന്ന ഒരു തൊഴിലാളി സ്ത്രീയും മാത്രം മിച്ചമായി ആ ചാനലിൽ. രാവിലെ ഹാർമോണിയ പെട്ടിയുമായി ഇരിക്കും. ഒറ്റ വിഷയമേ ഉള്ളൂ, ഉറപ്പായും ദിലീപ് ചെയ്യിച്ച കേസാണത് എന്നും പറഞ്ഞങ്ങ് തുടങ്ങും. കൊട്ടാരക്കര വിക്രമനും മുത്തുവും ആയിരിക്കും മുഖ്യ ചർച്ചക്കാർ. പിന്നെ വെയിറ്റേറിയൻ ഹോട്ടലിലെ കാഷ്യറായിരുന്ന സാമി, പിന്നെ SUC വക്കീലമ്മ, കാതിൽ കമ്മലും കടുക്കനും കൂടാത്ത SUC വക്കീലമ്മ, പിന്നെ നമ്മുടെ ശബ്ദ കച്ചവടക്കാരി, കേരളത്തിലെ സ്ത്രീകളുടെ എന്താ പറയുക സ്വകാര്യ അഹങ്കാരം, പിന്നെ ഒരു മിമിക്രിക്കാരനും, ജീവിതത്തിൽ സത്യസന്ധതയുടെ അർത്ഥം അറിയാത്ത മിമിക്രിക്കാരനും. ഇവരെ വിളിച്ചിരുത്തി ഒരു 4-5 വർഷം ഇതായിരുന്നു ഒരു ചാനൽ ചത്തുപോകാതിരിക്കാൻ വേണ്ടി ഓക്സിജൻ കൊടുത്തത് ദിലീപായിരുന്നു എന്ന് പറയാം. അങ്ങനെ അത് ചാനൽ മുതലാളി പക്ഷെ അത് അംഗീകരിക്കില്ല. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഈ ചാനലിൻ്റെ ഐശ്വര്യം എന്നെഴുതിയിട്ട് ദിലീപിൻ്റെ ഫോട്ടോ വയ്ക്കണമായിരുന്നു അവിടെ. ഇവർ എന്നിട്ട് വേണം ചർച്ചിക്കാനിരിക്കാൻ. അല്ലെങ്കിൽ 4 വർഷം മുമ്പ് ഈ ചാനലിൽ ഗോദ്രേജിൻ്റെ പൂട്ട് വീണേനെ. ആൻറ്റോ അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ നല്ല മോഹവില കൊടുത്ത് ആ ചാനൽ വാങ്ങി. അതുകൊണ്ട് മുതലാളി രക്ഷപ്പെട്ടു. ആൻറ്റോ കൊടുത്ത കോടികളും കൊണ്ട് മുതലാളി മുങ്ങി. ആൻറ്റോയുടെ കൂടെ തന്നെ കുറേ കാലം സഹകരിച്ചു. അവിടുന്ന് മുങ്ങി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ഉണ്ടാക്കാൻ മീഡിയ സെല്ലുകൾ എന്ത് ചെയ്യണം എന്നുള്ള റിസർച്ചിലാണ് ഈ മഹാൻ. ഇവനൊക്കെ റിസർച്ച് ചെയ്താൽ ഈ നാട് എന്താവും എന്ന് ആലോചിച്ചു. കൂടെ 3-4 വർഷം അപവാദം പറയാൻ കൂടെ ഇരുന്ന പെങ്കൊച്ചിന് ശമ്പള കുടിശ്ശ പോലും കൊടുത്തതുമില്ല. ആൻറ്റോയോട് പറഞ്ഞ് ഈ കൊച്ച് ഈ ചാനലിന് ഓക്സിജൻ നൽകാനായിട്ട് എൻ്റെ കൂടെ 3-4 വർഷം നടന്നതാണ്, പക്ഷേ ആ മുട്ടയിട്ടൊന്നും ഞാൻ പൈസ കൊടുത്തിട്ടില്ല, അവളെ കൂടി ഇവിടെ എടുക്കണമെന്നൊരു വാക്ക് പോലും ഇദ്ദേഹം പറഞ്ഞു. അത്ര നല്ല മഹാനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ആളാണ്. പക്ഷേ അവൾ വിട്ടില്ല. അല്പം സ്പിരിറ്റുള്ള ഒരു സഖാവാണ്. സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി. പഴയ ലാവണത്തിൽ ചെയ്തിരുന്നതൊക്കെ കാടടച്ച് ഈ പുളുപടിക്കുന്ന കലാപരിപാടി യൂട്യൂബിലും അങ്ങ് തുടങ്ങി. അവർക്കറിയാം നന്നായിട്ട് വിറ്റ് പോകും. ദിലീപിനെ വിൽക്കാൻ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലായി. ദിലീപിനെ തെരുവ് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഞാനെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ കാണാൻ ആളെ കിട്ടും എന്ന് മറ്റേ ചത്തുയ ചാനലിലിരുന്ന് അവൾ മനസ്സിലാക്കിയതാണ്. അത് തന്നെ യൂട്യൂബിലും തുടങ്ങി. അടുത്തിടെ ഈ പെൺ സഖാവി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഒരു പോസ്റ്റ് എനിക്ക് ആരോ അയച്ചു തന്നു. കോടതി അതിജീവിതയോട് നീതി കാട്ടിയില്ല, ദിലീപിനെ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോഴും ഈ മഹദിയുടെ വിശ്വാസം. കാരണം എങ്കിലേ ആൾ കാണാൻ കിട്ടുള്ളൂ. ദിലീപിനെ തെറി വിളിച്ചാലേ ആൾ കാണാൻ കിട്ടും. മുതലാളി ശമ്പളം തന്നില്ലെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഭവതി ഉറച്ചു നിൽക്കുന്നു എന്ന് സാരം. എന്നെ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതണമെന്ന് അതിജീവിത കോടതി പറഞ്ഞു. അപ്പോൾ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ പാവം മാന്യായി ജഡ്ജി ചോദിച്ചു എന്ന്, ഞാൻ നിൻ്റെ സ്റ്റെനോ അല്ല, നീ പറയുന്നത് എല്ലാം എഴുതാനെന്ന് അവർ മറുപടി പറഞ്ഞത്രേ. ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരാളോടും ഇങ്ങനെ സംസാരിക്കില്ല എന്നത് സത്യം. ഞാൻ കോടതിയിൽ ഇപ്പോൾ പതിവായിട്ട് പോകുന്ന ആളാണല്ലോ, പോക്സോ കോടതി അടക്കം. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ പല ജഡ്ജിമാരെ പല കോടതിയിൽ കാണുന്നു. ഇങ്ങനെ ഒരു ആരോപണം അതിജീവിതയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ട്രാൻസ്ഫർ പെറ്റീഷൻ പോലും അങ്ങനെ ഒരു ആരോപണം, ആ പെറ്റീഷനിൽ പോലും ഇങ്ങനെയുള്ള ഒരു ആരോപണം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഭവതി എവിടുന്നാകും ഈ യൂട്യൂബ് നടത്തുന്ന പഴയ ചാനലിലെ ചത്തുയ ചാനലിലെ തൊഴിലാളി
എവിടുന്നാണ് അവർക്ക് ഈ വാർത്ത കിട്ടിയതെന്ന് പറയണ്ടേ? നിങ്ങൾ 1711 പേജ് എടുത്ത് നോക്കൂ. ഈ പറയുന്ന അതിജീവിത പറഞ്ഞതോ ജഡ്ജി മറുപടി പറഞ്ഞതോ അതിലില്ല. ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണം, അതെൻ്റെ ഭാവിയാണ് എന്ന് അതിജീവിത പറയുന്നു. അപ്പം ജഡ്ജി പറയാണ് ആ ആവശ്യം ഞാൻ നിരസിച്ചിരിക്കുന്നു എന്ന്. ആ കോടതിയിൽ ഉണ്ടായിരുന്നവരും ഈ പറയുന്ന 1711 പേജിലും അതില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണോ, അതെൻ്റെ ഭാവിയാണ്, അത് നിരസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിരസിച്ചു. ഇല്ലീഗൽ ആക്സസിൽ അന്വേഷണം നടത്തി എൻ്റെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പെൺകുട്ടി പറഞ്ഞു. അവർ നിരസിച്ചു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ആ കോടതിയിൽ നടന്നിട്ടില്ല, ആ കുട്ടി പറഞ്ഞിട്ടുമില്ല. അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ്, മൊഴിപ്പകർപ്പ് എനിക്ക് വേണം എന്നവർ പറഞ്ഞപ്പോഴും ഹണിയം വർഗീസ് നിരസിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, നിരസിച്ചു എന്ന് പറഞ്ഞാൽ കോടതി അവർക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ല, ഹൈക്കോടതി പറഞ്ഞിരുന്നില്ല അതിൻ്റെ പകർപ്പ് ആര് ചോദിച്ചാലും കൊടുക്കാമെന്ന്. ഹൈക്കോടതി പറയാത്തതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അന്വേഷണം നടത്തണം എന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിരുന്നുള്ളൂ. അത് കോൺഫിഡൻഷ്യലായ ഒരു കാര്യമാണ്. അത് കൊടുക്കണമെന്ന് ഹൈക്കോടതി പറയാതെ കൊടുക്കാൻ കഴിയില്ല ജില്ലാ കോടതിക്ക്. അക്കാര്യം ജഡ്ജ് അറിയിച്ചു. അതിജീവിത ഇക്കാര്യത്തിനായി ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു. കെ ബാബു എന്ന് പറഞ്ഞ ജഡ്ജായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ടത്. കോപ്പി അവർക്ക് കൊടുത്തോളാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവർക്ക് കോപ്പി കൊടുക്കുകയും ചെയ്തു. അടുത്തത്, ജാമ്യ വ്യവസ്ഥ ദിലീപ് ലംഘിച്ചു, ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് കോടതിയിൽ പറഞ്ഞു. അപേക്ഷ തള്ളി. അത് തള്ളാൻ കാര്യം ഈ പറഞ്ഞ 1711 പേജിലുണ്ട്. ജാമ്യ വ്യവസ്ഥ ഒരു ഘട്ടത്തിലും ദിലീപ് ലംഘിച്ചിട്ടില്ല. ജാമ്യം റദ്ദാക്കണം, സാക്ഷിയെ സ്വാധീനിച്ചു എന്നൊക്കെ പ്രോസിക്യൂഷൻ കയറി പറഞ്ഞാൽ ആ നടി ഇത്തരം ഒരു ആവശ്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതൊന്നും നടിയല്ല പറയുന്നത്, നടിയുടെ പറ്റിൽ കണ്ടവന്മാരാണ് പറയണത്. അപ്പോൾ ജാമ്യം റദ്ദാക്കണം, സാക്ഷിയെ സ്വാധീനിച്ചു എന്നൊക്കെ പ്രോസിക്യൂഷൻ കയറി പറഞ്ഞാൽ ആ പറയുന്നതിനൊന്നും കഴമ്പില്ല എന്ന് കോടതി പറഞ്ഞു. ഇവിടെ സാക്ഷികളായ ഒരാൾക്കും ഇത്തരം ഒരു പരാതിയും ഇല്ല. കാരണം ഈ അതിജീവിതയ്ക്ക് പോലും പരാതിയില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ഒരാൾ പറയണ്ടേ? മെറ്റീരിയലൊന്നും ഇല്ല. അങ്ങനെയാണ് കോടതി തള്ളിയത്. ഇക്കാര്യം പറഞ്ഞ് ഇവരാരും ഹൈക്കോടതിയിൽ പോയതുമില്ല. ആരും പോയില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പോയില്ല, അതിജീവിതയും പോയില്ല. വിചാരണ തുറന്ന കോടതിയിൽ വേണം, സത്യം ജനങ്ങൾ കേൾക്കട്ടെ എന്ന് അതിജീവിത കോടതിയിൽ അപേക്ഷിച്ചു. അതും കോടതി തള്ളിക്കളഞ്ഞു. അത് ഇന്ത്യൻ നിയമത്തിൽ പറയുന്നതാണ്. അങ്ങനെയാണ് എന്ന് വിവരമുള്ള സ്വന്തം വക്കീലോ പ്രോസിക്യൂട്ടറോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. ഈ പത്രക്കാരിയും അതൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളുടെ വാദം ഇൻ ക്യാമറയിലേ പാടുള്ളൂ എന്ന്. ഒരു പരാതിക്കാരിക്ക് അടച്ചിട്ടതിലാകാം എന്നും ഇനി തുറന്നിട്ടതിലാകാം എന്നും പറയാനാവില്ല. കുറേ ദിവസം അടച്ചിട്ടതിലാവട്ടെ, ഇനി കുറച്ച് ദിവസം തുറന്നിട്ടതിലാവട്ടെ എന്നൊന്നും ഒരു പരാതിക്കാരിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഏത് കോടതിയായാലും അത് തള്ളിക്കളയും. നിയമത്തിൽ ഇൻ ക്യാമറ ട്രയലുകൾ ഏതിനൊക്കെയാണ് എന്ന് വ്യക്തമായി ഇന്ത്യൻ ജുഡീഷ്യറി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ വിധി പറഞ്ഞിട്ടും ഈ ചാനൽ പെണ്ണുപിള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് അവരുടെ ജീവിതം എന്നുള്ളത് ഒരു സത്യമാണ്. ഇവരൊക്കെയാണ് വർത്തമാനകാല പുരോഗമന വനിതകൾ. നിലനിൽപ്പിനായി ഇപ്പോഴും അതിജീവിത പക്ഷക്കാരിയായി എന്ന ലേബലിൽ ജീവിക്കാൻ തള്ളിമറിക്കുന്നതാണ് ഇത്തരം മണ്ടത്തരങ്ങൾ. അവൾക്ക് പിന്തുണ കൊടുക്കാൻ കുറേ മരമാക്രികളുമുണ്ട്. സത്യസന്ധമായി തൻ്റെ ജോലി ചെയ്യുന്ന ഒരു ന്യായാധിപയാണ് കുഴപ്പക്കാരിയെന്ന് വച്ച് കാച്ചുകയാണ്. കോടതി ലക്ഷ്യമൊന്നും പോടാവില്ലേ, കോടതി ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും ജഡ്ജി എഴുതിയെടുക്കുന്നില്ല എന്ന് പറയുന്ന പരാതി ജഡ്ജി എഴുതിയിട്ടുണ്ടെന്ന് 1711 പേജിൽ കിടപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് ഇവിടെ എഴുതില്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ എഴുതൂ, ഞാൻ നിങ്ങളെ ഫീ ഒന്നും അല്ലാന്ന് ജഡ്ജി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 1711 പേജിൽ ഈ അതിജീവിത പറഞ്ഞത് കൃത്യമായിട്ട് അതിലെഴുതിയിട്ടുണ്ട്. വിസ്തരിച്ച് കഴിഞ്ഞ ശേഷമാണ് അതിജീവിത ഹൈക്കോടതിയിൽ ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തത് എന്നതിൽ തന്നെ ഇതൊരു തള്ളാണ് എന്ന് ബോധ്യമാകും. ഭാമയോട് ദിലീപ് ഇങ്ങനെ പറഞ്ഞു എന്ന്, ഭാമ എന്നോടും പറഞ്ഞു എന്ന അതിജീവിത പറഞ്ഞത് ജഡ്ജ് എഴുതിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ
ഈ 1711 പേജിൽ ജഡ്ജ് അത് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെയാണ് ഈ പത്രക്കാർ തള്ളുന്നത്. ജഡ്ജിയെ മാറ്റണം എന്ന അപേക്ഷ പോലീസാണ് കൊടുപ്പിച്ചത്. അതിൽ പോലും ഈ പറഞ്ഞ പരാതിയില്ല. ഇതും കൂടെ എഴുതാമായിരുന്നു അതിൽ പോലീസിന്, പക്ഷേ പോലീസ് എഴുതിയില്ല. ജഡ്ജിയെ മാറ്റണം എന്ന പരാതിയുമായി ആദ്യം ഹൈക്കോടതിയിൽ പോയത് പരാതിക്കാരിയായ നടിയാണ്. ഹൈക്കോടതി തള്ളി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ സ്റ്റേറ്റിനെ കൊണ്ട്, സംസ്ഥാനത്തെ കൊണ്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തു, അവിടെയും തള്ളി. രണ്ടാമത് വീണ്ടും ഇതേ പരാതിയുമായി പരാതിക്കാരിയും സ്റ്റേറ്റും ഹൈക്കോടതിയിൽ പോയി. കേസ് രണ്ടും തള്ളി. ഇത്തവണ പോലീസ് പോകാതെ നടിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. രണ്ടാം തവണയും നടിയുടെ പരാതി സുപ്രീം കോടതി തള്ളി. ഈ സത്യം അറിയാമായിട്ട് ഈ തള്ളി മറക്കൽക്കാരി ദിലീപ് പണമിറക്കി വിധി നേടി എന്നാണ് ഇപ്പോഴും പറയുന്നത്. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്വാധീനിക്കാനാവുന്നത്ര ധനികനായോ ദിലീപ് എന്ന് ഈ നുണ പറയുന്നവർ ചിന്തിക്കുന്നേയില്ല. ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ചിന്തിച്ചാൽ നന്നായി എന്ന് ഞാൻ പറയും. എന്തൊരു നട്ടാക്കുരുക്കത്തെ നുണയാണ് പറയുന്നത് തലച്ചു. ദിലീപ് പൈസ കൊടുത്തിട്ടാണ്, അവൻ്റെ ഇഷ്ടം പോലെ കോടികളില്ലേ, അവൻ ആ കാശ് കൊടുത്തിട്ടാണ് ജില്ലാ കോടതിയിലും സ്വാധീനിച്ചു, ഹൈക്കോടതിയിലും സ്വാധീനിച്ചു, സുപ്രീം കോടതിയിലും സ്വാധീനിച്ചു. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചിട്ട് മറുപടി പോലും തന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എടാ, മര്യാദയ്ക്ക് സത്യസന്ധമായ ഒരു പേപ്പർ ചെന്നാൽ മറുപടി എവിടെ നിന്നും കിട്ടും. ഇത് തലയിലുദിക്കുന്ന മണ്ടന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഈ എന്താ പറയുക, വെയിറ്റർ ഹോട്ടലിലിരിക്കുന്ന സ്വാമി, ക്യാഷിലിരിക്കുന്ന സ്വാമിയെങ്കിലേ പറഞ്ഞു കൊടുക്കണം. പിന്നെ എങ്ങനെ ഈ കൊച്ചിന് കോടതികളിൽ നിന്നും ന്യായമായ നീതി കിട്ടും? പിന്നെ ഈ ചാനൽ അവതാരകയെ പോലുള്ള വേതാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞ് എപ്പിസോഡ് ഉണ്ടാക്കി ഞം അടിക്കാനുള്ള കാശുണ്ടാക്കുന്നതിനിടയിൽ അതൊക്കെ വിശ്വസിക്കുന്ന ഈ അതിജീവിത കൊച്ചിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം തന്നെ മറ്റേ തള്ള പറയുന്നുണ്ട്, ഞങ്ങൾ കോടതികൾ ഇനിയും ഉണ്ടല്ലോ, ഹൈക്കോടതിയിലേക്ക് പോവാം. ഞാൻ ആ കൊച്ചിനോട് പറയുന്നു, എനിക്കൊരു അനിയത്തിയെ പോലെ സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നു, എൻ്റെ പൊന്നുമോളെ, നീ കേസുകൾ വച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നീ ദിലീപ് ചെയ്യുന്നത് പോലെ നല്ല വക്കീലന്മാരെ ഇറക്കി കളിക്കാൻ നോക്ക്. ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ജഡ്ജിമാരെ പൊട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്തിനാണ് നീ, ഞാൻ വിധി കേൾക്കാൻ പോയില്ല എന്ന് അന്തസ്സായിട്ട് പറയാണ്. ഞാൻ അതിജീവിതയുടെ കേസിൻ്റെ വിധി പറയുന്നിടത്ത് പോയില്ല. എന്താ പോകാത്തെന്ന് ഒരു കിഴങ്ങിനും ചോദിക്കുന്നില്ല. തോറ്റു തൊപ്പി നിൻ്റെ മോൻ ഇതാ വരണമെന്ന് ഒടുവിൽ കൃഷ്ണൻ യോത്തി പറഞ്ഞ പോലെ തോറ്റ് തൊപ്പിയിട്ട് വരാൻ മടിയുള്ളതുകൊണ്ടായിരിക്കും പോകാത്തത്. അല്ലെങ്കിൽ പോകണ്ടേ വിധി പറയുന്നിടത്ത്? ജഡ്ജി വിധി വായിക്കുമ്പോൾ കേൾക്കാനിരിക്കണ്ടേ? പോയില്ലാന്ന് എവിടെ ഒളിച്ചിരുന്നു? അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പൊന്നുമോളെ, എൻ്റെ അനിയത്തി, വെറുതെ കാശ് സമയം കളഞ്ഞ് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാതെ കോടതി എന്താ പറയുക, ശിക്ഷിക്കേണ്ട, നിന്നോട് കുറ്റം ചെയ്തു എന്ന് തെളിയിച്ച കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ കാതി കമ്മലിടാത്ത SUC ഒക്കെ നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്, ഞാൻ ബാധിക്കുന്നത് കൊണ്ട് യവന്മാരെ 12, 14 പേരുണ്ടല്ലോ ദിലീപടക്കം, എല്ലാവരെയും തൂക്കിക്കൊല്ലും നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞിരിക്കാം. അത് ഈ പാവം കുട്ടി വിശ്വസിച്ചിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ 8 മുതലുള്ള പ്രതിപട്ടിയിലുള്ളവരെ തള്ളി മറിച്ചു, പൊയ്ക്കോ വീട്ടിൽ പോയി സൊസൈറ്റി ഉറങ്ങിക്കോന്ന് പറഞ്ഞു വിട്ടു. ബാക്കിയുള്ള 6 എണ്ണത്തിനെ 20 വർഷക്കാലം ശിക്ഷിച്ചു. അത് പ്രായം, വീട്ടിലെ അവസ്ഥ, ഇതൊക്കെ കേട്ടിട്ടാണ്. അതൊന്നും പോരാ, നമുക്ക് സുപ്രീം കോടതി പോയി ദിലീപിനെ, മറ്റൊരു 6 പേരാണെങ്കിൽ വെറുതെ വിട്ട് ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. അതുകൊണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. എൻ്റെ പൊന്നനിയത്തി, നീ അതിൽ വീഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.